ഫേസ് ഒന്ന് വാഷൊക്കെ ചെയ്തിട്ട് റബ്ബ് ചെയ്തിട്ടൊന്നു സിമ്പിളാണ് കേട്ടോ. എല്ലാവരും വിചാരിക്കും ഒരുപാട് പുട്ടിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നതെന്നൊക്കെ. ഇത്ര മതിയില്ല, കാരണം നമ്മൾ ഒരുപാട് പുട്ടി അടിച്ചിട്ട് മേക്കപ്പ് അടിച്ച് പോകുമ്പോഴാണ് ഒരു നമ്മളെ ഒരു ഫേസിലുള്ള ഷേപ്പ് വരെ പോവും. അതിനെക്കാണ്ട് നമ്മൾ ഉള്ള സൗന്ദര്യത്തിന് കുറച്ച് ടച്ചപ്പ് ചെയ്താൽ മതി. പക്ഷെ രസമാണ് അവിടുത്തെ ഇവിടെ വരാം, ഇവിടുത്തെ അവിടെ വരാം, രസത്തിനാണ് വരുന്നത്. ഫിഷ് കറിയും ചോറാണ് ഉണ്ടാക്കുന്നത്. ബാക്ക് ടു മലബാർ മൊഞ്ചത്തി യൂട്യൂബ് ചാനൽ. ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊക്കെ ലീവാണ്, അതുകൊണ്ട് ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് വീട്ടിലേക്ക് പോകണം, ഉമ്മാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള റെഡിയാണ്. അപ്പോൾ അവിടെ ആയിരിക്കും ഇന്നൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഫീവറാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഞാൻ കുറച്ച് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സോ ബെഡ് കവറൊക്കെ ആയി കൊട്ടിട്ടൊന്ന് അങ്ങനെ വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഓൾറെഡി അടിച്ചിട്ടൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വീടൊക്കെ കണ്ടില്ലേ. ഇതുമ്മ ഇപ്പോൾ കൊണ്ടുപോകാൻ വെച്ച സാധനങ്ങളാണ്. ഇന്ന് ഡിയേഴ്സ് പെയിൻ്റൊക്കെ ആവാനുണ്ട്. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി ഇവിടെ തുടച്ച് വെച്ചിട്ടുണ്ട്. തുടക്കുന്ന സാധനങ്ങളാണ് ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ആവണം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് തുണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഉണക്കിടാണ്. ഇതൊക്കെ ഞാനിപ്പോൾ വാഷിലേക്ക് ഇടാൻ പോവാണ്. നമ്മൾ എൻ്റെ തന്നല്ലേ ഇത് തന്നറ അതല്ല നീ എത്തിതാണ് തന്നെ കണ്ടു. അപ്പോൾ ഉമ്മ കുക്കർ വാങ്ങിട്ടോ. കുക്കറാണ്. അപ്പോൾ ഇവിടുത്തെ കുക്കറാണ് കേട്ടോ ഉമ്മ വാങ്ങിയത്. സെയിം കുക്കറാ. സൂപ്പറാ കുക്കർ. സൂപ്പറാണ് കേട്ടോ പാത്രം. മീൻ ചാര, മീൻ കായ്കള്, ഇത് ഇഷ്ടപ്പെട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതിനൊക്കെ ഗൈസ് എത്ര സൂപ്പർ അല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള പാത്രങ്ങളാണ് എനിക്ക് ഇഷ്ടമുള്ളത്. പിന്നെ കുക്കർ, അത് എനിക്ക് ഈ കുക്കറല്ല ഇഷ്ടം. ശരിക്കും എനിക്ക് മറ്റേ കുക്കറാണ്. തെല്ല ചോറാക്കുന്നതാണ്. ഇത് കുറച്ച് ചോറുണ്ടാക്കുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ചോറ് കുക്കറിൽ ഉണ്ടാക്കിയത് ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന കുക്കറിൻ്റെ ചോറ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് ചില ആൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഉമ്മ ഉണ്ടാക്കുന്നത് അടുപ്പിൽ വെച്ച പോലെ തന്നെ ഉണ്ടാവും കുക്കറിൽ ഉണ്ടാക്കുന്ന ചോറ്. അപ്പം ഇത് ഇന്ന് അവിടെ പോയിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് എങ്ങനെയാണ് കുക്കിംഗ് ആക്കുന്നതെന്ന് പറയാം, മീൻസ് ചോറുണ്ടാക്കുന്നതെന്ന് പറയാം. നമ്മൾ കുക്കറിൽ തന്നെയാണ് കൂടുതലായിട്ട് ചോറുണ്ടാക്കുന്നത്. ഇതെന്തേ ഇപ്പോൾ വൃത്തിയാക്കിയിട്ടല്ലോ. വൃത്തിയാക്കി ഇവിടാണ്. ഇവിടെ നോക്കും ഓറഞ്ചിൻ്റെ ചിപ്പി എല്ലാ കുട്ടികളും വേഷകിരണ മൊയ്സ വേഷകിടണ്ടേ. പിന്നെന്താ വേഷകിടാത്തെ? എത്ര കൊടുത്തേ? അത് കറിയുമല്ലേ? കറിയില്ലല്ലേ? ഇഷു നീയാണോ ഇഷു വേഷിക്കിടാത്തെ? അല്ലേ? ഇവിടെ അടിച്ചു വെച്ചത്. ഇവിടെ ഉമ്മ സാധനങ്ങളൊക്കെ കെട്ടാക്കിയിട്ടാണ്. ഇത് ഞാനിപ്പോൾ വൃത്തിയാക്കിയത് എന്താക്കിയെന്ന് വെച്ചാൽ കുട്ടികൾ ചോക്ലേറ്റിൻ്റെ ബോട്ടിൽസ് പിന്നെ തിന്നുന്നത് സ്കൂൾ വിട്ട് വന്ന ശേഷം ഇത് പരിപാടി ചെയ്തു. അപ്പോൾ വേസ്റ്റിലൊന്നും ഇടാറില്ല അവർ. എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, അവർ മറക്കും. ഇതൊക്കെ അവർ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിങ്ങനെ അടിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ?
അങ്ങനെ വീട്ടിലുള്ള കുറച്ച് പണികളൊക്കെ പോയിട്ട് എല്ലാം അടിച്ച് വൃത്തിയാക്കിയിട്ട് നേരെ വീട്ടിൽ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വരുമ്പോൾ ഉള്ളൊരു സന്തോഷം. ഇപ്പം കിച്ചണൊക്കെ ഞാനിവിടെ വൃത്തിയാക്കി വെച്ചു. ഫേസ് വാഷാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ, മമഹർത്തിൻ്റെ റൈസ് ഫേസ് വാഷാണ്. ഇതിനു മുമ്പ് ഞാൻ പ്രൊമനൻ്റാണ് യൂസ് ചെയ്തുകൊണ്ടായത്. എനിക്ക് പ്രൊമനൻ്റാണ് ഇതാണ് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് കുറച്ച് നമ്മുടെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ചെയ്യത്തില്ല. ആ ഒരു ഓയിൽനെസ് ഉണ്ടാവും സ്കിന്നിൽ. ആ ഓയിൽനെസ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്കിന്നൊന്ന് ഷൈൻ വരുന്നത്. കാണുന്നുണ്ടോ, ഇങ്ങനൊരു ഷൈൻ ലുക്ക് വരും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല മുഖം. പിന്നെ ആ മുഖത്തിന് ഒരുപാട് ഇങ്ങനെ തേക്കുന്നില്ല കേട്ടോ സോപ്പൊക്കെ ഇട്ടിട്ട്. ജസ്റ്റ് ഇങ്ങനെ ഒരു ഓയിൽനെസ് പോകാൻ വേണ്ടി ഇങ്ങനെ ഇടും. പിന്നെ ഒരുപാട് മസാലൊന്നും ചെയ്യാറില്ല. നല്ലൊരു ക്വാളിറ്റിയുള്ള ഇല്ല അപ്പോൾ കണ്ടില്ലേ, ഫേസ് ഭയങ്കര വൃത്തിയായിട്ടുണ്ട്. കണ്ടില്ലേ? ഓക്കെ, അത് നമുക്ക് ഇനി ഫേസ് ഒന്ന് വാഷൊക്കെ ചെയ്തിട്ട് റബ്ബ് ചെയ്തിട്ടൊന്ന് റെഡി ആവണം. ഞാൻ റെഡി ആവുന്നത് സിമ്പിളാണ് കേട്ടോ. എല്ലാവരും വിചാരിക്കും ഒരുപാട് പുട്ടിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നതെന്നൊക്കെ. എല്ലാവരും വിചാരം അങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്. പക്ഷേ ഒരിക്കലല്ല. ഒരു മസ്കാര, ഒരു ലൈനർ, ഒരു ലിപ് ബാം ആൻഡ് ഒരു ക്രീം, അത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഞാനിപ്പോൾ പോകുമ്പോൾ നമുക്ക് കാണിക്കാം. ഈ ലുക്ക് തന്നെ കുറച്ച് ലൈറ്റായിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലുക്ക് തന്നെ മാറിപ്പോകും. ആവുന്നതാണ് കാണിക്കുന്നത്. ഞാൻ യൂസ് ചെയ്തത് ഈ കെല്ലി ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ ഗൾഫിൽ നിന്നാണ് കൊണ്ടുവരിപ്പിക്കുന്നത്. സോ കെല്ലി ക്രീമാണ്. പക്ഷെ മുമ്പൊക്കെ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടായ ക്രീമാണ്. പക്ഷേ ഇത് എനിക്ക് അഡ്ജസ്റ്റ് ആയിട്ട് കൊണ്ട് ഇതന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ക്രീമാണ്. ഇത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുള്ളൂ. വേറെ ഒരു ക്രീമും ഞാൻ യൂസ് ചെയ്യില്ല. ഇത് അത്യാവശ്യം സൺ പ്രൊട്ടക്ടർ ക്രീമും കൂടിയാണ്. സൺസ്ക്രീനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിതൊക്കെ അമേസോണിലൊക്കെ വാങ്ങാറില്ല കേട്ടോ, ഓൺലൈൻ വഴി വാങ്ങാറില്ല. ഒരുപാട് ഫേക്ക് പ്രൊഡക്റ്റൊക്കെ കിട്ടും. അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ഗൾഫിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കഴിഞ്ഞാണ് വാങ്ങിക്കൊണ്ട് വരാൻ പറയുന്നത്. സോ ഇതൊരു സിമ്പിൾ, കണ്ടില്ല, ഒരു നോർമൽ തിക്കും അല്ല ഇതുമല്ല. പക്ഷെ കുറച്ച് നമ്മൾ ഒരു ക്രീം അപ്ലൈ ചെയ്ത പോലെ ഒരു 2 മിനിറ്റ്സ് കാണും. 2 മിനിറ്റ്സ് ആയ ശേഷം ഒന്ന് സ്കിന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ആവും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒന്നുമില്ല, മസ്കറ ഒന്നുമില്ല, ഡാർക്ക് ഒന്നുമില്ല. പക്ഷെ ഇതൊന്ന് ഹൈബ്രോസ് ഒന്ന് ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മിറർ നോക്കിയിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു കോമ്പ് ചെയ്ത് കൊടുക്കുന്നത്, സെറ്റാക്കി കൊടുക്കണം ഹെയർ. സംടൈംസ് ഞാൻ വാസ്ലൈനെല്ലാം ഇട്ടിട്ടൊരു ജെല്ലി ടൈപ്പൊക്കെ ആക്കി കൊടുക്കാറുണ്ട് ഇങ്ങനെ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ഐലൈനറാണ് കേട്ടോ. ഇത് LA18 ഐലൈനറാണ്. ഞാൻ റെഗുലർ യൂസ് ചെയ്യുന്നെങ്കിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു 125 റുപ്പീസ് എന്തോ ആണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ലുക്കാണ്. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ്, റെഗുലറായിട്ട് ഇടുന്ന ആൾക്കാർക്കാണ് കേട്ടോ. ഞാനിതൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഞാനൊരു കാര്യം മറന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്നും സ്പീഡൊന്നും ആക്കുന്നില്ല. ഞാൻ എത്ര നിമിഷത്തിൽ ഒരു ലൈനർ വലിച്ച് എടുക്കുന്നില്ല. ഇതാണ് എൻ്റെ ലൈനർ. സംടൈംസ് ഞാനുണ്ടല്ലോ ഒരു ചെറുതായിട്ടൊരു എന്താ പറയുക, ഹൈലൈറ്റർ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്ററാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹൈലൈറ്റർ. ഒരു ഷൈനി ലുക്കാണ്. അതായത് അതിനാണ് കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ഒരു ഷൈനി ലുക്കിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ? വേറൊന്നും ഞാൻ ഐഷാഡൊന്നും ഇടാനില്ല. സോ സ്പ്രെഡായി കുറച്ച് സാധനം. ഓക്കെ, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മസ്കാരാണ്. ഇത് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് അപ്ലൈ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഫേസ് വാഷ് ചെയ്താൽ വരെ പോകുന്നില്ല. എൻ്റെ ലാഷസൊക്കെ അത്യാവശ്യം എനിക്ക് ലാഷസ് ഉണ്ട്. ഈ ലാഷസൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മസ്കാര ഇട്ടിട്ട് ഇങ്ങനെ കൊഴിഞ്ഞ് പോകുന്നുണ്ട്. കാരണം അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇടാത്തത്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് മിഡ് നൈറ്റിൻ്റെ ഇരണിൻ്റെ ഒരു മസ്കാരാണ്. ഇതാണെങ്കിൽ ഈസി ടു യൂസ് ആണ് കേട്ടോ.
പിന്നെ ഈസി ടു റിമൂവബിൾ ആണ്. നമുക്ക് യൂസ് അല്ലല്ലോ വേണ്ടത്, റിമൂവ് ആവണം. ഒരു കണ്ണിൻ്റെ ഉള്ളിൽ പോയി. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ടച്ചപ്പിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അങ്ങനെ ഒരു ഐലാഷ് സിമ്പിൾ ലുക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ കണ്ണിനൊക്കെ ഇടുന്നത് ഇഷ്ടമല്ല ചില ആൾക്കാർക്ക്. എനിക്ക് ഒരുപാട് കാജലും ഐലാഷൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡാർക്ക് സർക്കിൾ പ്രോബ്ലം ഉള്ളപ്പോൾ ഈ മസ്കാറും ഐലൈനറൊക്കെ സ്പ്രെഡ് ആയാൽ വീണ്ടും ഒരുപാട് ഡാർക്കായിട്ട് കാണാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ കൂടുതലായിട്ടുണ്ടല്ലോ ലിപ്സ്റ്റിക്കാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് കൂടുതൽ ഇടാത്തത്. എനിക്ക് ഇത്തിരി പിഗ്മെൻറ്റേഷനൊക്കെ വരും ലിപ്സ്റ്റിക്ക് ഇട്ടാലും. ഇപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് ഒന്നും അത്ര ഇടാറില്ല. അതുകൊണ്ടാണ് പിഗ്മെൻറ്റേഷൻ എല്ലാം പോയത്. ഞാൻ ഇതിനൊക്കെ ഒന്നും ഹോം റെമഡീസ് അതൊന്നും ചെയ്തിട്ടില്ല. ലിപ്പ് പിഗ്മെൻറ്റേഷൻ റിമൂവ് ആവാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് ഒന്ന് വൈവാക്കിയിട്ട് ഇപ്പോൾ ഒരു 1 to 2 months ആയി. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടാറില്ല. എനിക്ക് എൻ്റെ അടുത്തുള്ള ലിപ്സ്റ്റിക്ക് എന്തിനാണ് യൂസ് ആണെന്ന് വെച്ചാൽ സംടൈംസ് ഞാൻ ലിപ്പ് ലൈനറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ലിപ്പ് ലൈനറായിട്ടൊക്കെ സംടൈം യൂസ് ചെയ്യും. പിന്നെ ലിപ് ഗ്ലോസ് ആണ്, അതായത് മേബിളിൻ്റെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ ലിപ്സ്റ്റിക് പോലെ തന്നെ നമുക്ക് ടിൻറ്റ് കിട്ടും. പിന്നെ ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ വരില്ല. ഉള്ള പിഗ്മെൻറ്റേഷൻ തന്നെ ഫേഡ് ആവാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് പിഗ്മെൻറ്റഡ് ലിപ്പിനും സുറ്റബിൾ ആണ് കേട്ടോ. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ജസ്റ്റ് 199 rupees ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് ലിപ്പ് ലൈനർ ഒന്നും ഇടുന്നില്ല, കാരണം നമ്മൾ വീട്ടിലല്ലേ പോകുന്നേ. എന്താ കണ്ടില്ലേ എത്ര പെർഫെക്റ്റ് ആയില്ലേ? ഇത്ര മതി, ഒരുപാട് വാരി തേക്കണമെന്നില്ല. ഇത് തന്നെ ഓവർ പോലാണ് കാണുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നില്ലേ. അപ്പം ഇത്രേ ഇട്ടിട്ടുള്ളൂ. കെല്ലി ക്രീം ഇട്ടു, ഐലൈനർ, പിന്നെ ജസ്റ്റ് ഒരു ഐബ്രോസ് കോംബ് ചെയ്ത് ലിപ് ബാം. ഇത്ര ഇട്ടപ്പോൾ തന്നെ ആൾക്കാർ പറയുമോ പൊട്ടി അടിച്ചു. പക്ഷേ കുട്ടിയൊന്നല്ല കേട്ടോ, നിങ്ങളെ മുമ്പിലായിട്ടാണ് ഞാൻ ഇട്ട് കാണിച്ചിട്ടുള്ളൂ. ആൻഡ് അതാണ് ഞാൻ പറഞ്ഞത്, ഞാനൊന്നും കട്ട് ചെയ്യുന്നില്ല വീഡിയോസ്, ഉള്ളതുപോലെ തന്നെ എഡിറ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞിട്ട്. ഇതിലൂടെ കട്ടും കാര്യങ്ങളൊന്നും ഇല്ല വീഡിയോസ്. അപ്പോൾ എനിക്ക് തന്നെ ഇത്ര മതി. കാരണം നമ്മൾ ഒരുപാട് പുട്ടി അടിച്ചിട്ട് മേക്കപ്പ് അടിച്ച് പോകുമ്പോഴാണ് ഒരു നമ്മളെ ഒരു ഫേസിലുള്ള ഷേപ്പ് വരെ പോവും. അതിനെക്കാട്ടി നമ്മൾ ഉള്ള സൗന്ദര്യത്തിന് കുറച്ച് ടച്ചപ്പ് ചെയ്താൽ മതി. ഇനിയും കുറച്ച് സൗന്ദര്യമായിട്ട് കാണും. ഇല്ലെങ്കിൽ എന്താവും, കണ്ടോ ഈ ഒരു ലുക്കാണ് കേട്ടോ ഉള്ളതിപ്പോൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ ഈ ഒരു ബ്യൂട്ടിന് ഞാൻ ഈ ഒരു മേക്കപ്പ് ചെയ്തതിൽ എനിക്ക് കോൺഫിഡൻസ് ആണ്. ആദ്യമൊക്കെ ഞാൻ ഒരുപാട് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടായിരുന്നു. മേക്കപ്പ് മീൻസ് ലിപ്സ്റ്റിക്ക് ഒരുപാട് മാറി തേക്കാറുണ്ട്. ലിപ്സ്റ്റിക്ക് മാത്രം കേട്ടോ, ലിപ്സ്റ്റിക്കും പിന്നെ ഐലൈനർ, മസ്കറ ഇങ്ങനെയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണിൽ ഡാർക്ക് സർക്കിളൊക്കെ വരുമ്പോഴാണ് ഞാനതൊക്കെ ഒഴിവാക്കി. കാരണം ഇപ്പോൾ എനിക്ക് ഒരു റിക്കവറായിട്ടൊക്കെ ഇപ്പോൾ ഒരു 2-3 months ആയി ഡാർക്ക് സർക്കിളൊക്കെ റിമൂവ് ആയിട്ട്. പിന്നെ എനിക്ക് തോന്നി എവിടെയെങ്കിലും ഫംഗ്ഷൻ ഇരിക്കുമ്പോഴെല്ലാം മസ്കറ ഐലൈനറിലൊക്കെ ഇടാം. ഡെയിലി അങ്ങനെ റെഗുലർ വേണ്ടെന്ന് വിചാരിച്ചു. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന്, ഇത്ര സിമ്പിൾ മതി എന്നുള്ളത്. കാരണം ഒരു ലിപ് ബാം ഇട്ടാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് വീട്ടിലേക്ക് റെഡി ആവാം. 2 ആൾ റെഡിയാക്കി കേട്ടോ, 2 ആൾ റെഡിയാക്കി ഇരിപ്പിക്കാണ്. പക്ഷേ നമുക്ക് പോകണ്ട ഗ്രാൻഡ് ഹൗസിക്ക്. അപ്പം 2 ആൾക്ക് ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്കിന്ന് ഗ്രാൻഡ് ഹൗസ് പോയിട്ട് അവിടെ ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കുന്ന നാളെ വരും. അപ്പം ഇവർക്കൊക്കെ അവിടെ പോകുന്നത് ഇഷ്ടമല്ല. ഞങ്ങൾ പോവാൻ റെഡിയായിട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാൻ റെഡിയായി എല്ലാവരും, ഞാനും ഉമ്മ മക്കളെല്ലാം. അപ്പം ഞാനും മൈസ് ഷൂ ഇട്, ബാ ഗ്ലാസ് അല്ലാതെ നിന്റെ ഇതിരുത്, ബാ ഇട് മൈസ്, ബാ ഷൂ ഇട്. കാൽ തല്ലപ്പാ, ഞാനുണ്ടല്ല, ബാ 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 ഈ കാൽ തല്ല്. ಬೇರೆಲ್ಲಲ್ಲಿ ಎಂದು താങ്ക. അങ്ങനെ ഞങ്ങൾ റെഡിയായി. എല്ലാ ഫാനോ അത് ഇതെല്ലാം ഓഫാക്കാണ് കേട്ടോ. അങ്ങനെ ചാർജ് വരെ ഇല്ല മൊബൈലിൽ.
അപ്പോൾ ഇവിടെ ഓഫാക്കാണ്. ഓഫാക്കാൻ പറയുന്നത് അതല്ലേ എന്താണ് ഓഫ് ആവാത്ത അവിടെ ലൈറ്റ്? ആ പോയി 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 പോയി. ഞാൻ നോക്കില്ലല്ലേ ഇവിടെ ഇല്ലേ മണ്ണ് ബുർക്ക ഇപ്പം ചോദിക്കുന്നേ. ബാബാ പോയി. ഇവിടില്ല ബുർക്ക, ഇവിടെ എന്തില്ല സാമാൻ. ഇത് വേണ്ട ബുർക്ക ഇവിടെ ഇല്ലല്ലേ. വലസ പോവാണ്. ബാഗെല്ലാം എടുത്തിട്ട് വലസ പോവാം. ആയി വലസ പോവാൻ റെഡിയായി. ഇഷോ പോണ്ടേ? മൈസ് പോണ്ടേ? മൈസ് നോക്കൂ. ടി വി ഓഫ് ആക്ക് മൈസ്. ടി വി ഓഫ് ആക്ക്. റിമോട്ടോടെ ആ ഓ സാല സാലത്തോടെ മൂലല്ല പച്ച ബുർക്കൻ്റെ സാധനം എടുത്തിട്ടില്ലല്ലേ? അതെ അതെ ഇട്. അതല്ലേ ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് കീൻ്റെ അവസ്ഥയാണ്. കീ അവിടെ വെച്ചു എന്നുള്ളത് അതാണ്. എപ്പോൾ ഞാൻ കീ തപ്പുന്ന കേട്ടോ, അതാണ് പ്രശ്നം. എപ്പം കീ തപ്പണം അവിടെ ഇട്ടിട്ടാണ്. സന്തോഷമായി. അപ്പം നമുക്ക് പോവാം. തലൊന്നും മാറിയിട്ടില്ല. ആ ലൈറ്റെല്ലാം ഓഫ് ആക്കണം. നീ പോ, നീ ഗാഡിൽ ഡിഫറൻസ് ഒന്നുമില്ലല്ലോ. ഓക്കെ ഇത് മതിയല്ലേ? ഹെയർ ബോറടിക്കാൻ. അപ്പോൾ നമുക്ക് പോവാം. ഫാനൊക്കെ ഓഫാക്കാം. ഗ്യാസെല്ലാം ഓഫല്ലേ? ആ താക്കോലെടുത്ത ബാ. ഇഷു എന്താ? ഇഷു എന്താ? ബാ. അമ്മ റെഡി ആവാണ്. ഇഷു മൊബൈൽ കളിക്കരുത് പോകുന്ന സമയത്ത്. ഓ ഇവിടുന്ന് ഫാൻ ആർ ഓഫ് ആക്കൂ. ഫാൻ ആർ ഓഫ് ആക്കൂ. ഇവിടെല്ലാം ഓഫ് ആക്കിക്കണം. ഓക്കെ ടോയ്ലറ്റിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ആക്കി. വെറുതെ കറണ്ട് 2 ദിവസം വന്നു. കറണ്ട് ബില്ല് ഇതാ കണ്ടില്ലേ? ടോയ്ലറ്റിൽ നിന്ന് ലൈറ്റ് അങ്ങനെ തന്നെയാണ്. 2 ദിവസം വെറുതെ കണ്ടു. കാരണം 4000-5000 രൂപ എനിക്ക് കറണ്ട് ബില്ല് വരുന്നത്. അങ്ങനെ 4000 രൂപ 5000 രൂപ എന്നിട്ട് എനിക്ക് കറണ്ട് ബില്ലാണ് വരുന്നത്. അതിനാണ് ഞാൻ അല്ല ഓട്ടോറിക്ഷയിലാണ്. അതോ റിക്ഷ വിളിച്ചോ പോയി ബാ. കാറ് വന്നാൽ അവിടെ എവിടെ നിപ്പിക്കാൻ സ്ഥലമില്ലല്ലോ. ചെറുപ്പം ഇവിടെ പോ, നിങ്ങൾ വണ്ടിയിലേക്ക് പോ. അപ്പം ഞങ്ങൾ പോവാണ് കേട്ടാ. കിട്ടില്ലേ എല്ലാം മറക്കും എനിക്ക് സത്യമായിട്ട്. എന്താ വെച്ചാൽ മറവി കൂടുതലാണ്. നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ വന്നിട്ടാ. ചേരാ കുട്ടികൾക്ക് ചേർക്ക് ചാർജർ വേണ്ടപ്പാ. ചാർജർ ഉണ്ടോ? എന്താ ചേർ മൊബൈൽ ചാർജർ വെച്ച മൊബൈൽ എടുത്തത് എന്ത് സാധന കേട്ടാ. ബൈക്കണിക്കട കുറച്ച് വിക്ക് വന്ന ഉടാനല്ലേ. ഒന്ന് കുറച്ച് ആവട്ടെ എന്തെങ്കിലും. വന്ന ഉടാൻ ടി വി നെറ്റില്ലല്ലേ ഇവിടെ. അതെ എന്താ എനിക്ക് ഇതില്ല ഫുള്ള് അടിച്ചാൽ വരെ പോവില്ല. അടിച്ചാൽ വരെ പോവാത്ത സാധനം പുറത്താറ് നാനിട്ടല്ല. ഞാനത് ഫുൾ ലൈറ്റ് ഇട്ടു വേണ്ടെന്ന്. അത് അടിച്ചാലും പോവില്ല. മൈസ വിഷു ചാത്ത് കൂട്ടകന്ത്രുണ്ടല്ലേ? കൂട്ടകന്ത്രുണ്ടോ ചാത്തക? സത്യം പറഞ്ഞാൽ ഇവിടെ വന്നാലട്ടെ എന്തെങ്കിലും കഴിക്കാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അവിടെ നിന്നൊന്നും വേണ്ടല്ലോ. നമ്മൾ ഇടയിൽപ്പെട്ടല്ലോ. ഇവിടെ ബോറടിച്ചിട്ടാണ് പേരക്കാണ് ഇത്. വീട്ടിൽ മൊയ്സ് കടിച്ച് തിന്നിട്ട് വിട്ട പേരക്കാണ് ഞാനിത് കഴിച്ച് തിന്നുന്നത്. വേസ്റ്റാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന ഉടനെ തുടങ്ങി വിശക്കാണ്. ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ.
പക്ഷെ രസമാണ് അവിടുത്തെ ഇവിടെ വരാം ഇവിടുത്തെ അവിടെ വരാം രസത്തിനാണ് വരുന്നത്. മറക്കൂലല്ലോ. ചാർജ് വെച്ച് കുറച്ച് നേരം നിൽക്കും. സബറാക്ക് അവിടെ പോയി അരമണിക്കൂർ ചാർജ് വെച്ചിട്ട് വെയിറ്റ് ആക്കണം. വരും മിസ്സിനോട് പറയാം. കയ്യായ കുറച്ച് വണ്ണണം. വൈകുന്നേരമായി തലവേദന ഉണ്ടാവും. ഉമ്മയുടെ ചായ രാവിലെ ചായ കുടിച്ചിട്ടില്ല. മേ ബി ചായ കുടിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ രാവിലെ സമൂസ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അതാട്ടെ വിശക്കുന്നത്. ഉച്ചക്ക് ഞാൻ ഒന്ന് കഴിച്ചിരുന്നു. അതാണ് വിശപ്പ്. ഇവിടെ എന്നാ കുട്ടികൾക്ക് സബറില്ലാന്ന്. അതാ പ്രശ്നമാവുന്നേ. ബനാന വേണം. അപ്പോൾ ഉമ്മ ഫിഷ് കറിയും ചോറാണ് ഉണ്ടാക്കുന്നത്. വിഷമിട്ട് വയ്യ പറഞ്ഞു വച്ചിടും. ആരാ ചൂടാറണ്ടവാ മക്കകം മതി. ബനാന വെയിറ്റ് ചെയ്യുന്നു. അത് ഇതെന്താ എൻ്റെ ബനാന ഒരു ഓർഡറായി. ഞാൻ ഓതി ചെയ്യാം. അയ്യോ അത് ജഗ്ഗിതാ അയ്യേന്നാക്കണം. പോയിട്ട് പോ. നീ എടുത്തു ഇന്ന് വാങ്ങി ബനാന മുന്നേണ്ട ബനാന എനിക്ക് 2 2 ബനാന തിന്നട്ടാ. എനിക്ക് 2 ഞങ്ങീര് ബനാന See you. Bye bye. See you. Panya. See you tomorrow. Bye bye. Bye bye. Take care. Take care. Take care. Take care. Take care. ബോക്സ് വാങ്ങിയില്ല കേട്ടോ. ഇതാ സ്റ്റോറേജ് ബോക്സ് വാങ്ങിയിരുന്നു. ഇത് ഇതിന് സ്റ്റോറേജ് ബോക്സാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല രസമില്ലേ? അപ്പം വാഷ് എന്നിട്ട് ഇവിടെ കീപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഹാൻഡ് വാഷാണ്. ഇത് പിങ്ക് ആയിരുന്നു കേട്ടോ. അപ്പം ഇത് നല്ല രസമുണ്ടല്ലേ സ്റ്റോറേജ് ബോക്സ്. ഇതെന്തായിരിക്കും? അപ്പം കുട്ടികളും ഈ ബോക്സസ് ഒക്കെ എടുത്തിട്ട് പറഞ്ഞിരിക്കണം. ഓരോ ബോക്സ് വയ്ക്കാൻ പാടില്ല. ബോക്സസിലാണ് നമുക്ക് ഈ കോക്രോച്ച് വരുന്നത് കേട്ടോ. ഇതൊക്കെ ബോക്സ് കല്യാണമുള്ളതാണ്. കിച്ചണൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയത് ഫിഷാണ് കേട്ടോ. ഫിഷാണ്, കണ്ടില്ല? ഫിഷാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഫിഷ് കറിയും പിന്നെ വയ്ക്കാൻ സ്ഥലമില്ല കേട്ടോ. ഇനി നമുക്ക് ചോറാണ്. ചോറ് ഓൾറെഡി